മാനവകുലത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് എൻ്റെ കുലം മാനവകുലമാണ്, എൻ്റെ നാട് എന്ന് പറയുന്നത് ഈ വസുധയാണ്, ഈ ഭൂമിയാണ് എൻ്റെ നാട്. ഇതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഈ അടുത്ത കാലത്ത് വളരെയധികം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുലദേവതാ സങ്കല്പത്തെ പറ്റിയിട്ടുള്ള ഓർമ്മ എനിക്കുണ്ടായത്. അതും കൂടി ഈ അവസരത്തിൽ പറയാം. ഇതെല്ലാം പറയാനും കേൾക്കാനും വേണ്ടിയാണല്ലോ നമ്മളിത് വായിക്കുന്നത്. അല്ലാതെ ഇതിൽ പറഞ്ഞത് കൃത്യമായിട്ട് മാത്രം വായിക്കാനാണെങ്കിൽ നമ്മൾ ഈ പറയുകയും കേൾക്കുകയും ഒന്നും ചെയ്യേണ്ടി വരില്ല. ഈ പുസ്തകം വായിച്ച് വെറുതെ അങ്ങ് വായിച്ചു പോയാൽ മതി, വാങ്ങിച്ച് വെറുതെ അങ്ങ് വായിച്ചു പോയാൽ മതി. അപ്പൊ ഇവിടെ കുലദേവതയെ പറ്റിയും കൂടി ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ഒരു ഇൻതിങ് ആണ് കുലദേവതയെ എങ്ങനെ കണ്ടുപിടിക്കാം. കുലദേവത ആരാണെന്ന് അന്വേഷിച്ചൊരു കൂട്ടർ നെട്ടോട്ടം ഓടുന്നു. കുലദേവതയെ സംരക്ഷിക്കാൻ ഒരു കൂട്ടര് അവരുടെ വകയായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ചുറ്റുപാടുകളിലും ആധ്യാത്മിക ലോകത്ത് നമുക്ക് കാണാവുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ആലോചിച്ചു, ഈ കുലം എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണ്? ഭാരതീയ മഹർഷീശ്വരന്മാരുടെ കാഴ്ചപ്പാടനുസരിച്ച് കുലം എന്ന് പറയുന്നത് മാനവകുലമാണ്, തറവാടെന്ന് പറയുന്നത് ഭൂമിയാണ്, വസുധൈവ കുടുംബകം. പക്ഷെ ഇന്ന് നമ്മുടെ ഇടയിൽ കുലം എന്ന് പറയുന്നത് എന്താണ്? കുലം ജാതിയിൽ അധിഷ്ഠിതമാണ്. എൻ്റെ കുലത്തെ നിശ്ചയിക്കുന്നത്, എൻ്റെ തറവാടിനെ, കുലദേവത എന്ന് പറഞ്ഞാൽ തറവാട്ടിലെ ദേവത എന്നാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ തറവാട് ഏതാണെന്ന് നിശ്ചയിക്കുന്നത്, എൻ്റെ കുലം ഏതാണെന്ന് നിശ്ചയിക്കുന്നത് ഞാൻ ഏത് ജാതിയിലാണോ ജനിച്ചത് അതനുസരിച്ചിട്ടാണ്. ചില സമുദായങ്ങൾ എന്നൊക്കെ പറയണത് ഭംഗിക്ക് പറയണത്, ചില സമുദായങ്ങളിൽ ജനിച്ചാൽ വാസ്തവത്തിൽ ഈ സമുദായം എന്നൊക്കെ പറയണത് ജാതി തന്നെയാണ്. വാക്ക് മാറ്റിയത് കൊണ്ട് ഒരു കാര്യം അതല്ലാതായി തീരുകയില്ല. വാക്ക് ഉപയോഗിക്കുന്നയാളുടെ ഉള്ളിൽ ബഹുമാനമുണ്ടെങ്കിൽ ഏത് വാക്ക് ഉപയോഗിച്ചാലും ഒരു കുഴപ്പവും ഇല്ല. അപ്പം ജാതിയാണ് ഇന്ന് തറവാടിനെ അല്ലെങ്കിൽ കുലത്തെ നിശ്ചയിക്കുന്നത്. ചില വിഭാഗക്കാർക്ക് അച്ഛൻ വഴിയാണ് തറവാട്, ചില വിഭാഗക്കാർക്ക് അമ്മ വഴിയാണ് തറവാട്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യൻ അച്ഛനും അമ്മയും കൂടിയാൽ മാത്രമേ ഉരുത്തിരിഞ്ഞു വരികയുള്ളൂ, ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ജീനുകളിൽ അച്ഛൻ്റെയും അമ്മയുടെയും ജീനുകൾ ബന്ധപ്പെട്ട് കിടക്കുകയും ചെയ്യുകയാണ് എന്നുള്ള വസ്തുത ഇവിടെ ഓർക്കേണ്ടതുമാണ്. എങ്കിലും തറവാടെന്ന് പറയുമ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെയോ ആണ്. ജാതിയിൽ ഒരാൾ, ഇന്ന് കാണുന്ന ജാതി വ്യവസ്ഥയിൽ ഒരാൾ വിശ്വസിക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. ഇന്ന് കാണുന്ന ഈ ജാതി വ്യവസ്ഥയിൽ വിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ. എന്നോട് നിങ്ങൾ സജാതീയനാണോ വിജാതീയനാണോ എന്ന് ചോദിച്ചാൽ, സജാതീയനാണോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജാതിക്കാരനാണോ എന്ന് ചോദിച്ചാൽ, വിജാതീയൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അല്ലാത്ത മറ്റൊരു ജാതിക്കാരനാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം സജാതീയനുമല്ല വിജാതീയനുമല്ല, മറിച്ച് അജാതീയൻ ആണ് എന്നാണ്. കാരണം ഞാൻ ജനിച്ചിട്ടേ ഇല്ല. ഞാൻ ജനിച്ചു എന്നുള്ളത് വേറൊരാൾ പറഞ്ഞിട്ടുള്ളൊരു അറിവ് മാത്രമാണ് എനിക്ക്. ഞാൻ ജനിച്ച സമയവും മറ്റും വേറൊരാൾ, ആൾ ആരായാലും പറഞ്ഞ ഒരറിവ് മാത്രമാണ് എനിക്കുള്ളത്. ഞാൻ മരിച്ചു എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞ് എനിക്ക് അറിയുവാൻ കഴിയുമോ എന്നുള്ളതും എനിക്കിപ്പം അറിയില്ല, കാരണം ഞാൻ മരിച്ചിട്ടില്ലല്ലോ. അപ്പൊ ജനന മരണങ്ങൾ എന്നിലേക്ക് തന്നിട്ടുള്ള രണ്ട് സങ്കല്പങ്ങൾ മാത്രമാണ്. പക്ഷേ എനിക്ക് ഉറപ്പുള്ള മറ്റൊരു ധാരണയുണ്ട്, ഞാൻ ഉണ്ട് എന്നുള്ളത്. ഞാൻ ഉണ്ട് എന്നുള്ള ഒരു ധാരണ എനിക്ക് ആരും തന്നതല്ല, അതെനിക്കുള്ളതാണ്. ഞാൻ ഉണ്ട് എന്നുള്ളത് ഞാൻ എന്തെങ്കിലും ഇല്ല എന്നറിയുമോ എന്ന് എനിക്ക് അറിയില്ല. 5-ാമത്തെ വയസ്സിലും ഞാൻ ഉണ്ടായിരുന്നു, 15-ാമത്തെ വയസ്സിലും ഞാൻ ഉണ്ടായിരുന്നു, 25-ാമത്തെ വയസ്സിലും 50-ാമത്തെ വയസ്സിലും ഞാൻ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു നല്ലതല്ല, ഉണ്ട്. 5-ലും ഞാനുണ്ട്, 25-ലും ഞാനുണ്ട്, 50-ലും ഞാനുണ്ട്. അപ്പൊ ഞാൻ ഇല്ലാതെയാകുമെന്ന കാര്യം എനിക്കറിയാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉണ്ട് എന്നുള്ളതാണ് എന്നിലുള്ള ഭാവം. ഞാൻ ജനിച്ചു എന്നുള്ളത് എനിക്ക് കേട്ടുകേൾവിയാണ്.
ഞാൻ മരിക്കും എന്നുള്ളത് കേൾവിക്ക് ഞാൻ ഉണ്ടാവുമോ, എനിക്കതറിയാൻ പറ്റുമോ എന്നും അറിയില്ല. അപ്പം ഞാനുണ്ട് എന്നുള്ളതാണ്. ഞാൻ അജാതീയനാണ്, ജനിച്ചിട്ടുമില്ല, മരിക്കാനും പോകുന്നില്ല. ഞാൻ ഉണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സത്യം. അതുകൊണ്ട് ഞാൻ ഈ കാണുന്ന ജാതിയിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ ഒരു ജാതിയുടെയും വക്താവല്ല. അപ്പോൾ ഒരു ജാതിയിലുമില്ലാത്ത ഞാൻ എൻ്റെ കുടുംബദേവതയെ എങ്ങനെ തിരഞ്ഞെടുക്കും? എൻ്റെ തറവാട് ജാതിയിൽ വിശ്വസിക്കാത്ത ഒരാളെന്നുള്ള നിലയിൽ അച്ഛൻ്റെ ആയിരിക്കുമോ അമ്മയുടെ ആയിരിക്കുമോ? ഇപ്പം എൻ്റെ കുലദേവത ആരായിരിക്കും? ഞാൻ കുലദേവതയിൽ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ, എൻ്റെ കുലദേവതയെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ജാതിയെ അംഗീകരിക്കണം. ജാതിയെ അംഗീകരിക്കുന്നില്ലെങ്കിൽ എൻ്റെ അപ്പം നിങ്ങൾ പറയും എൻ്റെ കുലദേവത അച്ഛൻ്റെ കുലവും അമ്മയുടെ കുലവും. ഇപ്പം രണ്ട്, അവരുടെ അച്ഛനമ്മമാരുടെ കുലം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എത്ര കുലദേവതകൾ ഉണ്ടാകും? എൻ്റെ അമ്മയുടെ കുലം, അമ്മയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കുലം, എൻ്റെ അച്ഛൻ്റെ കുലം, അച്ഛൻ്റെയും അമ്മയുടെയും കുലം. അങ്ങനെ പുറകോട്ട് പോയാൽ എൻ്റെ കുലദേവതകൾ എത്ര എണ്ണം ഉണ്ടാവും? അപ്പോൾ എൻ്റെ കുലം ഏതാണ്? മഹാഭാരതത്തിലെ കർണന്റെ കുലം ഏതാണ്? കുന്തിദേവിയുടെ കുലമാണോ അതോ രാധയുടെ കുലമാണോ? സൂര്യന്റെ കുലമാണോ അതോ അധിരഥന്റെ കുലമാണോ? അപ്പൊ കുലദേവതയെ കണ്ടെത്താൻ ഇങ്ങനെ ആൾക്കാർ പരാക്രമം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പായുന്നവർ ജാതിയെ അംഗീകരിക്കണം. ഒരിടത്ത് ആധ്യാത്മികതയിൽ നമ്മൾ ജാതിയില്ല എന്ന് പറയാൻ ശ്രമിക്കുന്നു. മറ്റൊരിടത്ത് നമ്മൾ കുലദേവതയെ അന്വേഷിച്ചുകൊണ്ട് നെട്ടോട്ടം ഓടുന്നു. ഇത് രണ്ടും കൂടി എങ്ങനെയാ ചേരുക? അപ്പൊ ഇവിടെ ജാതിയില്ല എന്ന് പറയുന്നത് നമ്പൂതിരിമാർ എന്ന് വിളിക്കപ്പെടുന്നവരുടെ ജാതി ഇല്ലാതാക്കാനുള്ള ശ്രമം മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്നും ഈ അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റുകയില്ല. ബാക്കി എല്ലാവരുടെയും ജാതി യഥാതഥമായിട്ട് സംരക്ഷിക്കണം. ഈ ഒരു ജാതിയുടെ അറിവുകളെ മാത്രം സർവാണിയാക്കണം. അതാണ് ഇപ്പൊ നടക്കുന്നത്, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇന്നത്തെ നിയമം അനുസരിച്ച് ബ്രാഹ്മണർ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന വിഭാഗങ്ങളുടെ പൂജ പഠിച്ച് കേരളത്തിലെ ചില ശ്രീകോവിലുകൾ ഒഴിച്ച് മറ്റെല്ലാ ശ്രീകോവിലുകളിലും പൂജ ചെയ്യുവാനുള്ള അധികാരമുണ്ട്. അവരുടെ പൂജ പഠിക്കാനുള്ള അധികാരം ഇന്ന് എനിക്ക് നിയമപരമായിട്ടുണ്ട്. എൻ്റെ പ്രായം കഴിഞ്ഞു പോയത് കൊണ്ട് എനിക്ക് പരീക്ഷ എഴുതി ദേവസ്വം ബോർഡിൽ കയറാൻ പറ്റില്ല. പക്ഷെ അല്ലെങ്കിൽ എനിക്ക് അതിനും സാധിക്കും. അതായത് ഇന്ന് നമ്മൾ ബ്രാഹ്മണർ എന്ന് വിളിക്കുന്നവരുടെ ആരാധനാ രീതി എനിക്ക് സ്വായത്തമാക്കി ആ രീതിയിൽ വേണമെങ്കിൽ ഈശ്വരനെ ആരാധിക്കുവാൻ സാധിക്കും. എനിക്ക് പക്ഷെ ആ രീതിയിൽ ഈശ്വരനെ ആരാധിക്കാനല്ല ആഗ്രഹം. എനിക്ക് ഒരു തെയ്യം കെട്ടി ഈശ്വരനെ ആരാധിക്കാനാണ് ആഗ്രഹം. സാധിക്കുമോ? മുച്ചിലോട്ട് ഭഗവതിയുടെ തെയ്യം കെട്ടി, ഇപ്പൊ എൻ്റെ പ്രായം കടന്നുപോയി, പക്ഷെ കെട്ടി ആരാധിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേര് വേറെ ഉണ്ടാകാം. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചോദിക്കുന്നത്. മുച്ചിലോട്ട് ഭഗവതിയുടെ തെയ്യം കെട്ടി മുച്ചിലോട്ട് ഭഗവതിയെ ആരാധിക്കണമെന്ന് മുച്ചിലോട്ട് ഭഗവതിയുടെ തെയ്യം കെട്ടുവാൻ അധികാരമുള്ളവർ അല്ലാത്ത ഒരാള്, ആ വിഭാഗത്തിൽ ജനിക്കാത്ത ഒരാള് ആഗ്രഹിച്ചാൽ അത് സാധിക്കുമോ? അത് സാധിച്ചില്ലെങ്കിൽ അത് ജാതി വിവേചനം അല്ലേ? എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ദേവതയെ ആരാധിക്കുവാൻ എനിക്ക് സാധിക്കണ്ടേ? അങ്ങനെ എനിക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണോ ഇന്ന് ജാതിയുടെ അടിസ്ഥാനത്തിലാണോ? ജാതിയുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ അത് വിവേചനം അല്ലേ? അതോ നമ്പൂതിരിയുടെ ബ്രാഹ്മണർ എന്ന് വിളിക്കപ്പെടുന്ന വർഗക്കാരുടെ ആരാധന എനിക്ക് അനുസരിക്കാൻ കഴിയാതെ പോയാൽ മാത്രമേ
അത് ജാതി വിവേചനം ആവുകയുള്ളോ? ഇന്ന് ഉത്തര കേരളത്തിൽ പല ക്ഷേത്രങ്ങളിലും മറ്റ് പലർക്കും പ്രവേശനമില്ല. ചില വിഭാഗങ്ങളുടെ ക്ഷേത്രമാണ്. ആ ക്ഷേത്രങ്ങളിൽ വേറെ വിഭാഗക്കാർക്ക് പ്രവേശനമില്ല. അവർ ദൂരെ മാറി നിൽക്കണം. തെയ്യമൊക്കെ കെട്ടി ആടുന്ന സമയത്ത് തെയ്യം അവരുടെ അടുത്തേക്ക് വരും. ആ ക്ഷേത്രങ്ങൾ ഒരു നമ്പൂതിരിയുടെ ക്ഷേത്രമാണെങ്കിൽ ഇന്ന് എന്തൊരു ബഹളമായിരിക്കും ഇവിടെ. വിവേചനം, സവർണ ഫാഷിഷം എന്നൊക്കെ വിളിച്ച് എന്തൊക്കെ ഓമന പേരിട്ട് അതിനെ വിളിക്കും. എനിക്ക് കേരളത്തിലുള്ള, ഭാരതത്തിലുള്ള ഏത് ആരാധനാ സങ്കേതത്തിലും താല്പര്യമുണ്ടെങ്കിൽ, യോഗ്യതയുണ്ടെങ്കിൽ കയറുവാൻ സാധിക്കണം, ആരാധിക്കുവാൻ സാധിക്കണം. അങ്ങനെ അല്ലാതെ വരുന്നത് ജാതി വിവേചനമല്ലാതെ മറ്റെന്തായിരിക്കും? അപ്പോൾ ഒരു വിഭാഗക്കാരുടെ പൂജയെ ആ വിഭാഗക്കാരുടേതല്ലാതെയാക്കി മാറ്റിയാൽ ജാതി വിവേചനമില്ലാതെയായി എന്നാണോ പറയുന്നത്? കുറെ കാലങ്ങൾക്ക് മുമ്പ് അവരുടെ പൂർവികരെന്തോ ചെയ്തു എന്നാണ് ഈ പറയുന്നത്. ഈ ചരിത്രം എഴുതിയവരിൽ പലരും സ്ഥാപിത താല്പര്യങ്ങളോടുകൂടിയാണ് ചരിത്രം എഴുതിയിട്ടുള്ളത് എന്ന് സുവ്യക്തമായി കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലും കൂടിയാണ് ഞാനും നിങ്ങളും ഉള്ളത്. അതുകൊണ്ട് സ്ഥാപിത താല്പര്യമുള്ള ചരിത്രകാരന്മാരുടെ ചരിത്രത്തെ അടിസ്ഥാനമാക്കി അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ എന്നുള്ളതും ചിന്തിക്കേണ്ടതാണ്. ഇനി 100 കൊല്ലം മുമ്പ്, 1000 കൊല്ലം മുമ്പ് ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ ഇന്നുള്ളവർ എന്തിനാണ് അനുഭവിക്കുന്നത്? കൊടും കൊലപാതകിയുടെ മക്കൾക്കു പോലും മറ്റുള്ളവർക്കുള്ള, മറ്റ് ഏതൊരു പൗരനുമുള്ള ആനുകൂല്യം ലഭിക്കണമെന്ന് കരുതുന്ന ഒരു ഭരണഘടന നിൽക്കുന്ന നാട്ടിലാണ് ഞാനും നിങ്ങളുമുള്ളത്. കൊടും ക്രൂരനായ ഒരു കൊലപാതകിയുടെ മക്കൾക്കു പോലും അവർ ഭരണഘടനയെ അനുശാസിക്കുന്ന, ഭരണഘടനയിൽ പറയുന്ന കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ മറ്റേതൊരാളെ പോലെയും ആനുകൂല്യം ലഭിക്കണം, അവർക്ക് കിട്ടുന്ന സകല അവകാശങ്ങളും ലഭിക്കണം എന്ന് പറയുന്ന ഉദാത്തമായ ഒരു ഭരണഘടന നിൽക്കുന്ന നാട്ടിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. ഈ ഭരണഘടന നിലനിൽക്കുന്ന ഈ നാട്ടിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങൾ പറയുകയാണ് 10, 100, 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ പൂർവികർ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന്. അത് എവിടുന്നാണ് മനസ്സിലാക്കിയത്? അത് മനസ്സിലാക്കിയത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന്. ആ ചരിത്ര ഗ്രന്ഥങ്ങൾ ആരെഴുതിയതാണ്? സ്ഥാപിത താല്പര്യത്തോടുകൂടി ഇവിടുത്തെ ജനങ്ങളെ വിഭജിച്ച് ഭരിക്കണം എന്ന സ്ഥാപിത താല്പര്യത്തോടു കൂടിയവർ കണ്ടെത്തിയിട്ടുള്ള ചരിത്രം. ആ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നുള്ളവരെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ എന്നും ചിന്തിക്കേണ്ടതാണ്. ഞാൻ ആരുടെയും പക്ഷം പറയുന്നതല്ല. ഇനി ഞാൻ പക്ഷപാതിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാലും എനിക്കൊന്നുമില്ല. ഞാൻ ഇലക്ഷൻ നിൽക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് എനിക്ക് ആരുടെയും വോട്ട് ആവശ്യമില്ല. ഇനി നിങ്ങൾ ആരും ഇത് കേൾക്കുകയില്ല എങ്കിലും ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഇപ്പോഴും ഇവിടെ ഇത് കേൾക്കാൻ കണ്ണനൊഴിച്ച് വേറെ ആരുമില്ല. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കണമെന്ന ആഗ്രഹം എനിക്കുണ്ട്. കേട്ടില്ലെങ്കിലും പക്ഷെ ഞാനിത് പറയും. അതുകൊണ്ട് ഒരു കൂട്ടരെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവരില്ലാതെയായാൽ ഇവിടെ സമത്വം ഉണ്ടാകുമോ? മറ്റുള്ളവരുടെ എല്ലാം ജാത്യാചാരങ്ങളെ സംരക്ഷിക്കുന്നതിന് വ്യഗ്രത കാണിക്കാമെങ്കിൽ ആ ജാതിയുടെ ആചാരം, നമ്പൂതിരി എന്ന ജാതിയുടെ ആചാരവും സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ? ജാതി ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ എല്ലാ വിഭാഗക്കാരുടെയും ആരാധന എല്ലാവർക്കും തുറന്ന് കൊടുക്കേണ്ടതല്ലേ? കുലത്തെ പറ്റി പറഞ്ഞപ്പം ഞാൻ എൻ്റെ ചില ചിന്തകൾ പങ്കുവച്ചു എന്ന് മാത്രം. ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പം ക്ഷോഭമുണ്ടായേക്കാം. അവർക്ക് ഇത് ഓഫ് ചെയ്യാം. വേറെ നിങ്ങളെ ക്ഷുബ്ധരാക്കാത്ത
പരിപാടികളെ കേൾക്കാൻ നിങ്ങൾക്ക് പോകാം. പക്ഷെ അല്ലെങ്കിൽ ചിന്തിക്കണം, എനിക്ക് ജാതിയൊന്നുമില്ല എന്നുള്ളതും എന്നോടൊപ്പം സഹകരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നുള്ളത് കൊണ്ട് എന്നിൽ ജാതി ആരോപിച്ച് എന്നെ പരാജയപ്പെടുത്താമെന്ന ധാരണയും വേണ്ട. നമുക്ക് കുലം വന്നാൽ ഇതൊക്കെ വരും, കുലധർമ്മം നിലനിന്നാൽ ഇതെല്ലാം വരും. അപ്പൊ കുലദേവത ജാതി അധിഷ്ഠിതമാണ്, ജാതി അധിഷ്ഠിതമാണ് കുലദേവത. ഇനി ഈ കുലദേവതയെ ഒരു കാലത്ത് ഇവിടുത്തെ വിവിധ കുലങ്ങൾ ആരാധിച്ചിരുന്നുവല്ലോ നന്നായിട്ട്. നമുക്കതിൽ ഏറ്റവും താഴ്ന്നതെന്ന് കരുതപ്പെടുന്ന കുലത്തിലെ ദേവതകളെ എടുക്കാം. ഈ താഴ്ന്നത് ഉയർന്നത് എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ സമ്മാനിച്ചതാണ്. വാസ്തവത്തിൽ അതൊന്നും ഉള്ളതല്ല. ഒരു കുലവും മറ്റൊരു കുലത്തേക്കാൾ താഴെയും മുകളിലും അല്ല. താഴ്ന്നത് എന്ന് കരുതപ്പെടുന്നവര് പുലയ വിഭാഗത്തിൽപ്പെട്ടവരും പറയ വിഭാഗത്തിൽപ്പെട്ടവരും, അവർക്കും കുലദേവതകളുണ്ട്. പുലയ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പതി ഉണ്ട്, പറയ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടക്കൻ ചുവയുമുണ്ട്. വേറെയും ഉണ്ടാകാം, എനിക്ക് ഇത്രേ അറിയുള്ളൂ അവരുടെ കുലദേവതകളെ കുറിച്ച്. ഈ കുലദേവതകളെ വിധിയാകും വണ്ണം അവർ ആരാധിച്ചിരുന്നു. ആ കുലദേവതകൾ അവർക്ക് എന്ത് ചെയ്തു കൊടുത്തു? അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തോ? അവര് കൃഷി ചെയ്യുന്ന ഭൂമി അവരുടേതാക്കി കൊടുത്തോ? അവർക്ക് ഉണ്ണാനും ഉടുക്കാനും വേണ്ടുവോളം കൊടുത്തോ? അവർക്ക് താമസിക്കുവാൻ ചോരാത്ത വീടുകൾ കൊടുത്തോ? ഈ ദേവതകൾ അവർക്ക് എന്ത് കൊടുത്തു? അവരെ ഏത് രീതിയിലാണ് കുലദേവതകൾ അനുഗ്രഹിച്ചത്? ധർമ്മദേവതകൾ പ്രസാദിച്ചാൽ തറവാടുകൾ കുളിർപ്പൂ എന്നൊരു ശ്ലോകം ഇവിടെ ചൊല്ലി കേൾക്കാറുണ്ട്. എന്ത് കുളിരാണ് അവർക്ക് ഉണ്ടായത്? ബ്രിട്ടീഷുകാര് നടപ്പിലാക്കിയ സംവരണമാണ് അവരെ രക്ഷപ്പെടുത്തിയത്. ഇനി താഴ്ന്നത് എന്ന് കരുതപ്പെടുന്നവരെ വിടാം. ഉയർന്നത് എന്ന് കരുതുന്നവർ, അവർക്കും ഉണ്ടായിരുന്നു കുല തറവാട് ദേവതകൾ, നായരും നമ്പൂതിരിയും വിഭാഗത്തിൽപ്പെട്ടവർ. മാപ്പിള ലഹളക്കാലത്ത് ഇവരാണ് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടതും ഇവരെയാണ് ഏറ്റവും കൂടുതൽ മതം മാറ്റിയതും. അന്ന് ഇവരുടെ കുലദേവതകൾ മാളത്തിപ്പോയി ഒളിച്ചോ? അന്ന് ഇവരുടെ മച്ചിലും അറയിലും തെക്കിനിയിലും വടക്കിനിയിലും മറ്റും ഇരുന്ന് സുഭിക്ഷം നിവേദ്യം ഉണ്ടിരുന്ന ദേവതമാർ എവിടെയായിരുന്നു? അതുപോട്ടെ, അത് കഴിഞ്ഞ് വന്ന ഭൂപരിഷ്കരണ നിയമം, ഇരട്ടി വെളുത്തപ്പോൾ ഉള്ളവരെ ഇല്ലാതാക്കിയ നിയമം, ആ നിയമം വന്നപ്പോൾ ബുദ്ധിയെ പ്രചോദിപ്പിച്ച് രക്ഷപ്പെടുത്തേണ്ടിയിരുന്ന കുലദേവതകൾ ഉറങ്ങുകയായിരുന്നു. എവിടെയായിരുന്നു ആ കുലദേവതകൾ പോയത്? അപ്പോൾ കുലദേവതകൾ ആരാധിക്കപ്പെട്ടാൽ തറവാടുകൾ കുളിർക്കും എന്നുള്ളത് ഒരു ശ്ലോകം മാത്രമാണ്. അത് നാട്ടിൽ നടപ്പുള്ള കാര്യമല്ല. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? അവിടെയാണ് നമ്മുടെ സംസ്കൃതി മുന്നോട്ട് വയ്ക്കുന്ന ഇഷ്ടദേവതാ സങ്കല്പം ഉള്ളത്. ഒരേ കുടുംബത്തിൽ ജനിച്ചവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. സഹോദരീ സഹോദരന്മാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. വ്യത്യസ്തങ്ങളായ അഭിരുചിക്കിണങ്ങുന്ന ദേവതാസങ്കല്പത്തെ സ്വീകരിച്ച് ആ ദേവതയെ ഉപാസിക്കുന്നതിലൂടെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക. അതുകൊണ്ട് കുലദേവതകളെ അന്വേഷിച്ച് പരക്കം പായേണ്ടതായിട്ടില്ല. കുലദേവതകൾ ഉണ്ട് എന്ന് കരുതുന്നവർ അതിനെ ആരാധിച്ചു കൊള്ളട്ടെ. അപ്പൊ ചിലര് പറഞ്ഞത്, ആ കുലദേവതകളെയൊക്കെ ആരാധിക്കുമ്പം കുടുംബത്തിൽ ഒരു ഐക്യം ഉണ്ടാകും എന്നാണ്. അതൊരു ഉട്ടോപ്യൻ സങ്കല്പം മാത്രമാണ്. കുടുംബ ദേവതകളുടെ പേരിൽ കുടുംബത്തിൽ ഒരു ഐക്യം ഉണ്ടായിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എല്ലാ കുടുംബങ്ങളെയും എനിക്ക് അറിയുകയില്ല. ചിലപ്പോൾ ഞാൻ അറിയാത്തതായിട്ടുള്ള ചില കുടുംബങ്ങളിൽ ആ ഐക്യം ഉണ്ടാകാം.
പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന കുടുംബങ്ങളും കുടുംബ ദേവതയുടെ പേരിൽ, കുലദേവതയുടെ പേരിൽ കലഹിക്കുന്നതാണ് കാണുന്നത്. കലഹിക്കാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുന്ന മനുഷ്യർക്ക് കുലദേവതയും മറ്റൊരു കലഹകാരണം മാത്രമാകും. അതുകൊണ്ട് ഇഷ്ടദേവതയെ കണ്ടെത്തി അതിനെ ആരാധിക്കുന്നതിലൂടെയാണ് വ്യക്തി സമൃദ്ധിയിലേക്ക് പോവുക. വ്യക്തികൾ സമൃദ്ധിയിലേക്ക് പോകുമ്പോൾ സമൂഹം സമൃദ്ധമാകും. അപ്പൊ കുലത്തെ പറ്റി പറഞ്ഞപ്പം ചിന്തിച്ചതാണ്. ഈ ചിന്തയിൽ മുഴുവൻ കൃത്യമായിട്ട്, സമയത്തിൻ്റെ പരിമിതി, പല കാരണങ്ങൾ കൊണ്ടും കൃത്യമായിട്ട് പറയാൻ സാധിച്ചു എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലെങ്കിലും എൻ്റെ ആശയം ഏകദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇപ്പൊ ജാതിക്ക് അതീതമായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. അയ്യാ വൈകുണ്ഠനാഥരെ പോലെ ഒன்றേ ജാതി, ഒன்றേ മതം, ഒன்றേ ദൈവം, ഒன்றേ കുലം, ഒன்றേ ഉലകം മനിതന് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു കുലം, ഒരു ഉലകം, ഒരു ലോകം മനുഷ്യന് എന്ന് പറയാൻ സാധിക്കണം. നമുക്ക് തമ്മിൽ കാണുമ്പോൾ മനുഷ്യരായിട്ടു കാണാൻ സാധിക്കണം. ജാതിയുടെ പശ്ചാത്തലത്തിലല്ലാതെ നിങ്ങളെ എനിക്ക് മനുഷ്യനായിട്ട് കാണാൻ സാധിക്കണം. നിങ്ങൾക്ക് എന്നെയും മനുഷ്യനായിട്ട് കാണാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള പുരോഗതി ഉണ്ടാവുകയുള്ളൂ. ബാക്കിയെല്ലാം നമ്മളെ ചിന്നിച്ചിതറിപ്പിക്കുവാൻ സഹായിക്കുന്നത് മാത്രം. ഇപ്പൊ നമ്പൂതിരിമാർക്കെതിരെ, നമ്പൂതിരിമാരുടെ പൂജാ സമ്പ്രദായങ്ങൾ എല്ലാവർക്കും പഠിക്കാം, അങ്ങനെ വേണം. എല്ലാവർക്കും യോഗ്യതയുണ്ടെങ്കിൽ ആർക്കും എന്തും പഠിച്ച് ഈശ്വരനെ ആരാധിക്കാൻ സാധിക്കണം. പക്ഷെ അത് നമ്പൂതിരിമാരുടെ മാത്രമല്ല, അത് തെയ്യം കെട്ടാനും എനിക്ക് സാധിക്കണം. ഇതല്ലാത്ത മറ്റാരാധനകൾ ഉണ്ടെങ്കിൽ അതും യോഗ്യതയുണ്ടെങ്കിൽ പഠിക്കാൻ എനിക്ക് സാധിക്കുകയാണെങ്കിൽ പഠിച്ച് ആരാധിക്കാൻ എനിക്ക് സാധിക്കണം. ഈ നമ്പൂതിരിമാര് ഹിന്ദുക്കളുടെ തന്നെ വിഭാഗമാണ്. അവരെ അടച്ചാക്ഷേപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ അടച്ചാക്ഷേപിക്കുന്നത് പോലെ തന്നെയാണ്. ഇത് മുഴുവനും ചേർന്നതാണ് ഹിന്ദു ശരീരം. ഭാരത സംസ്കൃതിയുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഇതിലെ വൈവിധ്യങ്ങളെല്ലാം അടങ്ങിയതാണ്. ഇതിൽ ഒരു വിഭാഗത്തെ മാത്രം മോശക്കാരാക്കി ചിത്രീകരിക്കുമ്പോൾ, അവരെന്തോ വലിയ പാതകം ചെയ്തതാണ് എന്ന് പറയുമ്പോൾ അതെത്ര കണ്ട് ശരിയാണ് എന്ന് ചിന്തിക്കേണ്ടതാണ്. ഞാൻ എൻ്റെ ചിന്തകൾ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ചീത്തവിളികൾക്ക് കാരണമായേക്കാം എന്ന് ഞാൻ തിരിച്ചറിയുന്നു. കാരണം ആശയപരമായിട്ട് നേരിടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ചീത്ത വിളിക്കുക, തെറി പറയുക എന്നുള്ളതാണല്ലോ പലരുടെയും രീതി. അതെല്ലാം കേൾക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ശക്തിയുക്തമായിട്ട് സ്വതന്ത്രമായിട്ട് പറയുവാനുള്ള അധികാരമുണ്ട് എന്നും നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, തെറി വിളിക്കാനും ചീത്ത വിളിക്കാനും ഉള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഈ ചിന്താശകലത്തെ ഞാനിവിടെ ഒരു സെമികോളൻ ഇട്ട് നിർത്തുകയാണ്. ഇത് ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല. ഇനി ഞാൻ ഇത് പല ഘട്ടങ്ങളിൽ ഇതിൻ്റെ പല വശങ്ങളിലേക്ക് തിരിച്ചു വരും. ജാതിയില്ലാത്ത മനുഷ്യർക്ക് മനുഷ്യരെ കാണാൻ സാധിക്കുന്ന ഒരു സംസ്കൃതിയാണ് ഭാരതീയ സംസ്കൃതി. ഓരോരുത്തർക്കു വേണ്ടതും ഇവിടെ ഉണ്ട്. അവരുടെ അറിവിനനുസരിച്ച്, യോഗ്യതയ്ക്കനുസരിച്ച്, കഴിവിനനുസരിച്ച് വേണ്ടതെടുത്ത് അവർക്ക് അഭിവൃദ്ധിയിലേക്ക് പോകാം. ഭാഗവതത്തിലെ ഈ ഭാഗം എന്നിൽ ഉണർത്തിയ ചില ചിന്തകളെ ഞാൻ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് യഥേച്ഛസി തഥാകുരു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ ഉള്ള അധികാരമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം.